നമസ്കാരം. എന്തായാലും നവകേരളം സൃഷ്ടിക്കാൻ നമ്മുടെ ഗവൺമെന്റ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. അതിനുവേണ്ടി 10-40 ദിവസം ഒരു വലിയ രാജയാത്ര നടത്തി. ആ രാജയാത്ര അവിടം തൊട്ട് ഇവിടം വരെ, അതായത് വടക്ക് നിന്ന് തെക്ക് വരെ നല്ല യാത്രയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. ഏതാണ് ആ പോലീസിനെ കൊണ്ടും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടും അക്രമം അഴിച്ചു വിട്ടുകൊണ്ടുള്ള ഒരു അക്രമ യാത്രയായിരുന്നു, ഒരു അഴിഞ്ഞാട്ട യാത്രയായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ജനങ്ങൾ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. എന്തായിക്കോട്ടെ, എന്തായാലും ഈ നമ്മുടെ രാജാവ് എഴുന്നള്ളിയപ്പോൾ എവിടെയോ വെച്ച് ഒരു ഷൂ എറിഞ്ഞു എന്നൊരു സംഭവമുണ്ട്, നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ആ ഷൂ എറിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് 2-3 KSUക്കാരെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അന്നും നമ്മളത് വാർത്തയിൽ അറിഞ്ഞതാണ്. ഈ പിടിച്ചുകൊണ്ട് പോയ KSUക്കാർ ആകപ്പാടെ അവർ ചെയ്ത് ഷൂ എറിഞ്ഞു എന്ന ഒരു കുറ്റവും പിന്നെ പ്രതിഷേധിച്ചു എന്ന മറ്റൊരു കുറ്റവുമാണ്. എന്തായാലും ഷൂ എറിഞ്ഞത് ആ കോൺഗ്രസ് പാർട്ടി തന്നെ തള്ളിപ്പറഞ്ഞ ഒരു സമര പരിപാടിയാണ്. ഷൂ എറിയൽ ശരിയല്ല, അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് കോൺഗ്രസ് പോലും തള്ളിപ്പറഞ്ഞ ഒരു സമര പരിപാടിയാണ്. എന്തായാലും ഈ ഷൂ എറിയൽ എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് ഈ മഹാരാജാവിനെതിരായിട്ടല്ല, കേരള മഹാരാജാവിനെതിരായിട്ടല്ല നടന്നത്. ലോകത്ത് പല സ്ഥലത്തും ഇങ്ങനെ ഷൂ എറിയൽ നടന്നിട്ടുണ്ട്. ഷൂ എറിയൽ ഒരു പ്രതിഷേധമായിട്ട് വന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകൻ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നേരെ മാധ്യമപ്രവർത്തകൻ വാർത്താ സമ്മേളനത്തിൽ പോലും ഷൂ എറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ചിദംബരത്തിനെതിരെ ഷൂ എറിഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലെ മുഖ്യമന്ത്രിക്കെതിരെ അവിടെ ഷൂ എറി നടന്നിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്നതാണ്. ഇപ്പോൾ കേരളത്തിലെ കുറേ പേർ പറയുന്നത് മഹാ അപരാധമായ ഒരു സംഭവമാണ് ഈ ഷൂ എറ്. അത് ലോകത്താദ്യമായിട്ട് ഇദ്ദേഹത്തിനെതിരാണ് എറിഞ്ഞത് എന്നൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ, എന്തായാലും ഈ ഷൂ എറിഞ്ഞ ചെറുപ്പക്കാരെ, KSUക്കാരെ, ബേസിൽ വർഗീസ് തുടങ്ങിയ ചെറുപ്പക്കാരെ അവിടെ നിന്നും പോലീസ് പിടിച്ചുകൊണ്ട് പോവുക എന്നത് സ്വാഭാവികം. കാരണം ഒരു പ്രതിഷേധം നടത്തിയവരെല്ലാം പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ അവരെ ക്രൂരമായി മർദ്ദിച്ചു. ഇവരെ പിന്നെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇവർ കോടതിയോട് പറഞ്ഞു, ഞങ്ങളെ പിന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, പക്ഷേ ഞങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു, ഞങ്ങളെ തോക്കിൻ്റെ പാത്തി കൊണ്ടിടിച്ചു, ഞങ്ങളെ ഗുരുതരമായി ആക്രമിച്ചു എന്ന് പറഞ്ഞ് അവരുടെ കോടതിയിൽ ഈ ചെറുപ്പക്കാർ, ഈ KSU പിള്ളേർ, അതായത് അച്ഛനും അമ്മയ്ക്കും ജനിച്ച പാവം പിള്ളേർ, അവർക്ക് പിന്നെ അവരുടെ മുതുകളിൽ ഈ തോക്കിൻ്റെ പാത്തി കൊണ്ടിടിച്ച പാട് വരെ കോടതിയിൽ കാട്ടിക്കൊടുത്തു. അപ്പോഴാണ് കോടതി പറഞ്ഞത്, എന്ത് അന്യായമാണ് ഇവിടെ നടക്കുന്നത്? ഇതാണോ ഭരണം? ഇതാണോ പിന്നെ പ്രതിഷേധത്തിനെതിരായി നടത്തേണ്ട സമരത്തിനെ ഇങ്ങനെയാണോ പിന്നെ നേരിടേണ്ടത് ഒരു പോലീസ്? ഇതൊരു ജനാധിപത്യ പോലീസാണോ എന്ന് കോടതി എന്ന് ചോദിക്കുകയും, ഒരു ഷൂ എറിഞ്ഞാൽ ഒരാൾ മരിക്കുമോ? കാരണം കൊലപാതക കേസിനാണ്, കൊലക്കുറ്റത്തിനാണ് ഈ ചെറുപ്പക്കാർക്കെതിരെ കേസെടുത്തത്. അപ്പോൾ കോടതി ചോദിച്ചു, ഒരു ഷൂ വണ്ടിയുടെ മുകളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അത് ഒരു കൊലപാതക പിന്നെ ശ്രമമായി എങ്ങനെ വരും എന്ന് പറഞ്ഞു. പിന്നെ അതിനെ മാറ്റിക്കൊണ്ട് FIR മാറ്റിയിട്ടു. അങ്ങനെ ഈ ചെറുപ്പക്കാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു കേസ് തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ കോടതി ചെറുപ്പക്കാർക്ക് കോടതിയിൽ കേസ് കൊടുത്തു, പോലീസിൽ കേസ് കൊടുത്തു. ഈ പോലീസ് തങ്ങളെ മർദ്ദിച്ച പോലീസുകാരുടെ പേരുകൾ ഉൾപ്പെടെയാണ് ഈ ചെറുപ്പക്കാർ കേസ് കൊടുത്തത്. പക്ഷേ പോലീസ് ഇത്രയും കാലമായിട്ടും കേസെടുത്തില്ല. പിന്നെ മാധ്യമങ്ങൾ ഇത് പിന്നെ ഗുരുതരമായ വാർത്തയാക്കി മാറ്റി. ഈ കേസെടുക്കാതെ മാറി നിൽക്കുന്നു, പോലീസ് പിന്നെ പക്ഷപാതം കാണിക്കുന്നു, കോടതി പറഞ്ഞിട്ട് പോലും കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വാർത്തകളാക്കി. അങ്ങനെ വന്നപ്പോൾ ഈ കുറുപ്പംപടി പോലീസ് കേസെടുത്തു. പക്ഷേ കേസെടുത്തെങ്കിലും വളരെ സമർത്ഥമായിട്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. FIR ഇട്ടിട്ടുണ്ട്. അത് 4 FIR വരെ ഇട്ടിട്ടുണ്ട്. 323, 324 വകുപ്പൊക്കെ പ്രകാരം പിന്നെ ജാമ്യമില്ലാ കേസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസുകാരുടെ പേര് അതിൽ ചേർത്തിട്ടില്ല. കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ്. എന്നാൽ ഈ പരാതിക്കാർ കൃത്യമായിട്ടും ആരൊക്കെയാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് പേര് സഹിതമാണ് പരാതി കൊടുത്തത്. എന്നിട്ട് പോലും ഈ പോലീസ് അത് ചെയ്യുന്നില്ല. ഇത് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിൽ ചെയ്യാത്തത്. കാരണം മുകളിൽ എന്ന് പറഞ്ഞാൽ പിന്നെ CMന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ പോലീസുകാർക്കെതിരെ പേര് എഴുതാത്തത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.